മഹേഷേട്ടന്റെ MMN, മമ്മൂട്ടി, മോഹൻലാൽ. അതെ, മമ്മൂക്കയും ലാലേട്ടനുള്ള ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് വായിച്ചു പടത്തിന്റെ? വായിച്ചിട്ടുണ്ട്. അടിപൊളി ബാങ്ങർ പടമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെട്ടെന്ന് എത്തണ രജനീകാന്തിന് കാണാമെന്ന് പറഞ്ഞു. പുള്ളി ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത് ഹിറ്റപ്പാ അങ്ങനെ പറഞ്ഞു. ഓക്കെ, രജനീകാന്ത് സേയിങ് ദിസ്. ഫീൽ ഗുഡ് ഫിലോസഫി മാത്രം. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എ റിയൽ മൂവി. അതൊരു ഫസ്റ്റ് വേൾഡ് പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പടം പോലെ പലപ്പോഴും തോന്നാറുണ്ട്. ആ ജോണർ ഒഴികെ ബാക്കി എല്ലാ പടങ്ങളും ഞാൻ ആസ്വദിക്കാറുണ്ട്. സുരാജേട്ടനെ നമ്മൾ ഇത്ര നാളും കണ്ടൊരു ബലം പിടിച്ചുള്ള കഥാപാത്രമാണ് ഒരുപാട്. പക്ഷെ ഇതിൽ പുള്ളിനെ ചെറിയ ദശമൂലം ദാമുവിന് ചെറിയ റിസംബ്ലൻസ് തോന്നി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. ആദ്യത്തെ നറേഷനിൽ തന്നെ പറഞ്ഞു ഇങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. പിന്നെ വൺസ് ആ സോണിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഏറ്റവും സ്വീറ്റ് സ്പോട്ടാണത്. അതിൽ നിന്ന് പുള്ളി അങ്ങ് കയറി തകർത്തു. തുടക്കത്തിൽ ഈ പിള്ളേർ പറയുന്ന ക്രിഞ്ച് ഡയലോഗ് എന്ന് പറഞ്ഞ ഡയലോഗ്, സൂപ്പർമാനെ വിളിച്ച് ഭൂമി കയറി ചേർക്കാൻ സൂര്യയുടെ 24 വാച്ച് ക്രിഞ്ച് ആവട്ടെ. പടം തീരുന്ന ഷോട്ടിൽ ഇതേ ഡയലോഗാണ് അവർ പറയുന്നത്. അവർക്ക് ആർക്കും ക്രിഞ്ച് ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്തു. സിനിമയിൽ ഒരുപാട് DC കോമിക്സിന്റെ റെഫറൻസ് ഉണ്ടെന്ന്. DC ഫാനാണ്. തീർച്ചയായും. മാർവലിന്റെ ഒരു അംശം പോലും ഇല്ല. പണ്ട് മറ്റേ ചവിട്ടുന്ന സമയത്ത് ഇഷാൻ ഇട്ടിരിക്കുന്ന മാർവലാണ്. അറിയാം, ഇടി കൊള്ളുന്നത് മാർവലിനാണ്. കോളേജ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകവലി മദ്യം. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അതാണ് കോളേജ് എന്ന് പറയുന്ന ഒരു സാധനം വെളി വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വേണ്ടതാണ് ഫ്രണ്ട് ബെഞ്ചേഴ്സിന്റെ കഥ. ഇൻട്രോവേർട്സ് ആണ് അവര്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ കഥ പറയണം എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ഇന്റൻഷൻ. ലെറ്റ് ഇറ്റ് ബി എ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് എപ്പോഴും കള്ള് കുടിക്കുന്ന പുകവലിക്കുന്ന കോളേജ് പിള്ളേരുടെ കഥകളല്ലാത്ത കഥകളും വേണം, ഉറപ്പായിട്ട് വേണം. ലെറ്റ് ഇറ്റ് ബി എ സ്റ്റേറ്റ്മെന്റ്, അത്രേ ഉള്ളൂ. തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പടക്കളം സിനിമയുടെ സംവിധായകൻ മനു സ്വരാജും അതിലൊരു പ്രധാന കഥാപാത്രമായി അഭിനയിച്ച അരുൺ അജികുമാറുമാണ് ഇന്ന് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. ആദ്യം തന്നെ മനുവിനോട് ചോദിക്കാം, ഇപ്പോൾ സിനിമ റിലീസായി ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് സിനിമ ഇപ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ഹൗ യു ഫീൽ? ഹാപ്പിയാണ്. കാര്യം നമുക്ക് മൗത്ത് പബ്ലിസിറ്റി വന്നാലേ ആൾ കയറൂ എന്നുള്ളത് നമുക്കും ഓൾറെഡി അറിയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 ദിവസം പടത്തിന്റെ പെർഫോമൻസ് ഇച്ചിരി കുറവായിരുന്നു. ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ സെക്കൻഡ് മൺഡേ ആണ്. പക്ഷേ സ്റ്റിൽ ആ ഒരു മൊമെന്റം പോകുന്നുണ്ട്. അപ്പോൾ വെരി ഹാപ്പിയാണ്. നമുക്കറിയാം ഈ പടം ഇങ്ങനെ കയറുള്ളൂ എന്ന്, എന്നാലും ആ റിയാലിറ്റി ഹിറ്റ് ചെയ്യുന്ന എപ്പോഴാണ്. സോ വെരി ഹാപ്പി. പ്രൊമോഷൻ കുറഞ്ഞു പോയി അങ്ങനെ ഒരു തോന്നലില്ല. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ മാക്സിമം ചെയ്യുന്നുണ്ട്. അത് വിജയ് സാറും ഭയങ്കര കാര്യമായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് വിസിബിലിറ്റി എത്തുന്നില്ല എന്നുള്ളതാണ്. അത് തുടരും പോലെ ഒരു മാമത്ത് തിയേറ്ററിൽ നിൽക്കുന്നു. അതുപോലെ നമ്മളൊരു യുദ്ധം എന്ന് പറയുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കും ഒരു മനസ്സിലായി വിസിബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. പക്ഷേ അതർ ദാൻ ദാറ്റ് നമ്മൾ പ്രൊമോഷനിൽ ചെയ്യാന്നുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ഈ അരുണിലോട്ട് വരുമ്പോൾ ഒരുപാട് സിനിമയിൽ അത്യാവശ്യം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പടക്കളത്തിലോട്ട് വരുമ്പോഴത്തേക്കും എൻ്റയർലി ഒരു ത്രൂ ഔട്ട് ഉണ്ട് ക്യാരക്ടർ. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ത്രൂ ഔട്ട് ക്യാരക്ടർ മലയാളത്തിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പടക്കളത്തിലോട്ട് അരുൺ എത്തി? ഞാൻ ഈ പറഞ്ഞ പോലെ പൂക്കാലം എന്ന് പറഞ്ഞിട്ട് സിനിമ കണ്ടിട്ടാണ് ചേട്ടൻ വിളിക്കുന്നത്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം എനിക്ക് ഈ പറയുന്ന പോലെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നമുക്കൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവുക. ഞാൻ ഇതിനു മുന്നേയും പ്രധാന കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരു പടം തിയേറ്ററിൽ ഉള്ളപ്പോൾ തന്നെ നോട്ടീസ് ആവുകയും പുറത്തിറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ ഇപ്പോഴേ പറയുന്നുണ്ട് പടക്കളം കണ്ടായിരുന്നു, അടിപൊളി. അപ്പോൾ ഭയങ്കര സന്തോഷം. ത്രൂ ഔട്ട് ഒരു പരിപാടിയിൽ ഒരു ജേർണിയിൽ ഭാഗമാവാൻ പറ്റുന്നതും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആസ് എൻ ആക്ടർ ഓൾസോ. ഇതിനു മുമ്പും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലും കുറച്ച് ഫൈറ്റ് സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണല്ലോ ഫൈറ്റ് സീൻസ് ചെയ്യുന്നത്. ഞാന് ഇടി കൊണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ പല പടങ്ങളില്. അന്വേഷിപ്പിക്കേണ്ടതിലൊക്കെ നല്ല ഇടി കൊള്ളുന്ന പോലത്തെ കണ്ടിട്ടുണ്ട്. ഇതില് അങ്ങനെ മാരകമായ ഫൈറ്റ് സീൻ ഒന്നും അല്ല. നമ്മള് റിയാലിറ്റി. അതെ. അപ്പൊ അതില് നമ്മുടെ മാസ്റ്റർ നമുക്ക് പരിപാടി മൊത്തം പറഞ്ഞു തരികയും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അങ്ങനെ ഒരു സാധനം ചെയ്യാനും. ചില സാധനങ്ങളിൽ റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മൂവ്മെന്റ്സ് കറക്റ്റ് ആവണം, ടൈമിങ് മാച്ച് ആവണം. ചില സാധനമൊക്കെ അടി അടിക്കുമ്പോൾ നമ്മളൊന്ന് മിസ്സായി കഴിഞ്ഞാൽ കറക്റ്റ് അടി നമ്മുടെ മുഖത്ത് കൊള്ളും. 1-2 എന്റെ മുഖത്തൊക്കെ കൊണ്ടിട്ടുണ്ട്. കണ്ണൊക്കെ ചെറുതായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവൻ ഇടയ്ക്കിടയ്ക്ക് അവന്റെ കാലൊക്കെ തിരിഞ്ഞ് കിടപ്പായിരുന്നു. സന്ദീപ് ഫൈറ്റിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പോയൊരു മസാജിങ് സെന്റർ ഉണ്ടായിരുന്നു, അവിടെ പോവാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു രസമുള്ള 4 പേർക്ക് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അതെ. പക്ഷെ ഭാഗ്യത്തിന് അത് നന്നായിട്ട് വന്നു, ഭയങ്കര ബോറല്ലാതെ വന്നു. അതാണ്. ഈ മനോനോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവരല്ലാതെ വേറെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ സുരാജ് വെഞ്ഞാറമൂടുണ്ട്, ഷറഫുദ്ദീനുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും സിനിമയിൽ അഴിച്ചു വിട്ടിരിക്കുന്ന രീതിയിലാണ് നമുക്ക് പടം കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇവരോട് പറഞ്ഞാലോ ഒന്ന് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയെന്നുള്ളൊരു തോന്നൽ എപ്പോഴും? വെരി ക്ലിയർലി ഇവര് കൺട്രോൾ ചെയ്ത് ചെയ്യേണ്ട സീൻസും ഉണ്ട്, അതുപോലെ തന്നെ അഴിഞ്ഞാടേണ്ട സീൻസും ഉണ്ട്. അത് വളരെ സ്പെസിഫിക് ബ്രീഫ് കൊടുത്തിട്ടുണ്ട്. ചില സീനുകളിൽ തുടങ്ങുമ്പോൾ തന്നെ ഷറഫയ്ക്ക് എടുത്ത് പറയാം, ഷറഫയ്ക്ക് ഈ സീൻ ഇങ്ങനെയാണ്, ഭയങ്കര സ്പെസിഫിക് ആണ്, അപ്പോൾ ഇത് പിടിച്ചോണം. പിന്നെ വേറെ ചില സീനുകളിൽ ക്ലിയർലി പറയുന്നുണ്ട് ഇതാണ് സിറ്റുവേഷൻ, ബാക്കി തകർത്തോളം പറയും. അപ്പോൾ ഇപ്പം നമുക്ക്
അതുകൊണ്ട് തന്നെ ഇപ്പൊ വളരെ സ്പെസിഫിക് ഡയലോഗ്സ് വരുന്ന പടമാണ്. അതായത് ഇപ്പം ഒരു 1 ലൈൻ എഴുതി സെറ്റിൽ ഇംപ്രവൈസ് ചെയ്ത് ഡയലോഗ് പറയുന്നത് ആ പ്രോസസ്സും ഉണ്ട്. എന്നാൽ കൂടുതലും ഈ ഇന്റർകട്ട്സും കാര്യങ്ങളും വരുന്നതുകൊണ്ട് സ്പെസിഫിക് ഡയലോഗ്സ് പറയേണ്ട കേസുകളുണ്ട്. അപ്പൊ ഇതിന് രണ്ടിന്റെയും മിഡിൽ ഗ്രൗണ്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ ഭയങ്കര കോമഡി പ്രസന്റ് ചെയ്യേണ്ട സീനുകളിൽ ഒബ്വിയസ്ലി ഇവർ അഴിച്ചു വിട്ടാൽ നമ്മൾ എഴുതുന്നതിനേക്കാളും മേലെയുള്ള സാധനം കിട്ടുന്നുള്ള ഉറപ്പാണ്. അപ്പൊ രണ്ടും ചെയ്തിട്ടുണ്ട്. സുരാജ് ചേട്ടനെ നമ്മൾ ഇത്ര നാളും കണ്ടാൽ ഒരു ബലം പിടിച്ചുള്ള കഥാപാത്രമാണ് ഒരുപാട്. പക്ഷെ ഇതില് പുള്ളിനെ ചെറിയ ദശമൂലം ദാമുവിന്റെ ചെറിയ റിസംബ്ലൻസ് തോന്നി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോടും അതുപോലെ തന്നെ കാരണം മറ്റേ ഈ ഓഫീസ് സ്കൂൾ കോളേജിലോട്ട് ഓടി വരുന്ന ഒരു സീനിൽ ചിരിച്ചു കാണിക്കുന്ന സീനിൽ ഭയങ്കര അതൊക്കെ രണ്ടിന്റെയും കൂടെ മിക്സ് ആണ്. അതായത് ഇപ്പം സുരാജ് ഏട്ടന് ആ ഒരു ആർക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു. അതായത് ഇപ്പം കഥ ശ്രദ്ധിച്ചറിയാം സെക്കൻഡ് ഹാഫിൽ ഈ ക്യാരക്ടർ എന്തുകൊണ്ട് അവിടെ വന്ന് ചിരിച്ചു അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനൊരു ലോജിക് ഉണ്ട്. അപ്പൊ ഞാൻ സുരാജേട്ടനെ ആദ്യം പറയുമ്പോഴും തുടങ്ങുമ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് മീറ്ററിൽ നിൽക്കുന്ന മുരടനായ ഒരു പ്രൊഫസറിൽ നിന്ന് ഈ ഭ്രാന്തലിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഞാൻ ആദ്യത്തെ നറേഷനിൽ തന്നെ പറഞ്ഞു ഇങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. പിന്നെ വൺസ് ആ സോണിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഏറ്റവും സ്വീറ്റ് സ്പോട്ടാണത്. അതിൽ നിന്ന് പുള്ളി അങ്ങ് തകർത്തു. അതങ്ങനെ തന്നെ. പിന്നെ ഒരുപാട് പ്രേക്ഷകർ ഇപ്പൊ പറയുന്നുണ്ട് ഒരുപാട് കാലത്തിന് ശേഷം ഒരു പൊട്ടിച്ചിരി തിയേറ്ററിൽ ഈ പടക്കളം കൊണ്ട് സാധിക്കുന്നു. പിന്നെ ഷറഫിന്റെ ഒരു ഇന്റർവ്യൂ പറയുണ്ടായി മറ്റേ ഒരു പ്രധാനപ്പെട്ട സീൻ അതിൽ അദ്ദേഹം കയ്യിൽ നിന്ന് ഇംപ്രവൈസ് ചെയ്ത് സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്ത സീൻ തന്നെയായിരുന്നല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിൽ ആയി പോകും ഒരുപാട്. അല്ല പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഇപ്പം ഇവർക്കറിയാം ഞാൻ ഈ പടത്തിൽ വെരി ക്ലീൻ യു പടം എന്നുള്ള രീതിയിലാണ് കൊണ്ടിരുന്നത്. അപ്പൊ ഇവരങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഇട്ടാൽ പോലും ഞാൻ ഡബിൾ മീനിങ് ഉള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാൻ സമ്മതിക്കാറില്ല. അപ്പൊ ഈ ഒരു സീൻ എടുത്തോണ്ടിരുന്ന സമയത്ത് ഷറഫിക്ക എടാ അവിടെ എന്തെങ്കിലും ഒരു സാധനം വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി കുറച്ച് നേരം എടാ ഒരു സാധനം ഇടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായി അല്ല അത് ഞാൻ പറയുന്നില്ല ഞാൻ ഇടാന്ന് പറഞ്ഞു. എന്നിട്ട് ഫുള്ള് ടേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇനി ഞാൻ ടേക്ക് തരില്ല ആ സാധനം വെച്ചേ വെച്ചുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇല്ല വേറൊരു കേസ് ഇപ്പൊ നമ്മൾ ആ ഒരു സാധനത്തിൽ ഒരു ഡബിൾ മീനിങ് ഉണ്ടെന്ന് ചോദിച്ചാലും അതിനൊരു ഇന്നസെൻസ് ഉണ്ട്. ആ പറയുന്ന വാക്കിനൊരു ഭയങ്കര ഇന്നസെൻസ് ഉണ്ട്, ഒരു ജെനുവിനിറ്റി ഉണ്ട്. ഡബിൾ മീനിങ് പറയാൻ വേണ്ടി പറയുന്നതോ ഡബിൾ മീനിങ്ങിലോട്ടൊരു ചിരി ഉളവാക്കണോ എന്നുള്ള സെൻസിൽ പറയുന്നതല്ല. ആ ക്യാരക്ടർ വളരെ ജെനുവിൻ ആയിട്ട് അയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പറയുന്ന. അതുകൊണ്ട് തന്നെ ആ കോമഡി ഐ ഡോണ്ട് ഫീൽ അതൊരു ഡബിൾ മീനിങ് ജോക്കാണെന്ന് തോന്നുന്നില്ല. ഒരു അവസ്ഥയിൽ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഈ വേറെ കഥാപാത്രത്തോട് സന്ദീപിന്റെ ക്യാരക്ടർ ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രശംസ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റാർ മെറ്റീരിയൽ നമുക്ക് പറഞ്ഞൊരു ഒരുപാട് പോസ്റ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ സന്ദീപിന് ഇതിലോട്ട് എങ്ങനെയാണ്, പടക്കളത്തിലോട്ട് എങ്ങനെയാണ്? സന്ദീപ് ആക്ച്വലി ഈ ഫാൽമി സമയത്ത് തന്നെ സന്ദീപിനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പല ഓപ്ഷനും നോക്കി. അതായത് അവിടെ ഒരു മാർക്കറ്റബിൾ ഫിഗർ എന്നുള്ള രീതിയിൽ ഒരുപാട് സംസാരം വന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ആളെ കിട്ടാതായി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചു. അതായത് അങ്ങനെ മാർക്കറ്റബിൾ അല്ലാതെ പെർഫോമൻസ് എന്നുള്ള ലെവലിൽ ചോദിച്ചപ്പോൾ ആദ്യം തലേ വന്നത് ഫാലിമിലെ ചെക്കൻ അങ്ങനായിരുന്നു. അങ്ങനെ ഓക്കെ അതൊന്ന് പിടിക്കാന്ന് പറഞ്ഞിട്ട് എന്താ നീ ഒന്ന് കണ്ടു നോക്കെന്ന് പറഞ്ഞ് വിജയ് സാറാണ് ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്തത്. പക്ഷെ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ റാപ്പോ സെറ്റായി. അത് കാര്യം ഇവൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാ സന്ദീപ് വരുന്നത്. അതായത് നമ്മൾ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സന്ദീപ് സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിരുന്ന ആദ്യത്തെ സംസാരത്തിൽ തന്നെ അവന്റെ വായന വെറുതെ വായനയല്ല എന്നുള്ളത് മനസ്സിലായി. ഈവൻ കിട്ടിയിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് ചെയ്യണമെന്ന് തോന്നിയ പോയിന്റ് ഏതെന്ന് ചോദിച്ചാൽ ഈ മറ്റേ ഒരു ലാബിനകത്തൊരു ഷർട്ട് വെച്ചിട്ടൊരു ജോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വായിച്ച് ആ സ്പോട്ടിൽ എത്തിയതിനു ശേഷമാണ് സന്ദീപ് മനസ്സിൽ ഉറപ്പിച്ച് ഇത് ഞാൻ ചെയ്യണമെന്നുള്ളത്. അവൻ അങ്ങനെ പറഞ്ഞതിൽ ഒരു സാധനമുണ്ട്. അതായത് വെറുതെ ഒരു പടം ചെയ്യുക എന്നുള്ളതല്ല, പടത്തിന് മെറിറ്റ് അറിഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളൊരു തോന്നൽ, ഒരു പ്രോസസ്സ് അവന് പിറകെ പോയിട്ടുണ്ടെന്നുള്ളത് തോന്നി. അപ്പൊ അവിടെ തൊട്ട് എനിക്ക് സന്ദീപ് ഓക്കെ ആയിരുന്നു. പിന്നെ അവനും ഈ പറയുന്ന പോലെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരുത്തനാണ്. ഒരു നല്ല സിനിമയാണെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുത്തനാണ്. അപ്പൊ അത് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫിന്റെ അതേപോലെ അല്ല. കാരണം പുള്ളി ഈ സ്വാപ്പ് പരിപാടികൾ വരുമ്പോഴത്തേക്ക് അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്? കാരണം ഇത്രയും ക്യാരക്ടർ 3 ക്യാരക്ടർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇത് കീപ്പ് ചെയ്യാനുള്ള ഒരു ചലഞ്ച് ഉണ്ടാവില്ലായിരുന്നു? അതായത് അഭിനയത്തിന്റെ കേസിലാണോ അതോ നമ്മൾ എഴുതുമ്പോൾ ഉള്ള പ്രശ്നമാണോ? എഴുതുമ്പോ അല്ല, നമ്മുടെ സ്വാപ്പ് എന്ന് പറഞ്ഞ ഐഡിയയിലാ തുടങ്ങിയത്. അപ്പൊ ഇപ്പൊ ഇതിന്റെ ഒരു ആദ്യത്തെ വർഷം ഞാനും റൈറ്ററിന് ഇതിനും വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ 15ാമത്തെ മിനിറ്റിൽ ഈ സ്വാപ്പ് സംഭവിക്കും എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചത്. 2 വേ സ്വാപ്പും ഇന്റർവെല്ലോട് എടുക്കുമ്പോൾ 3 വേ സ്വാപ്പും എന്നുള്ള ഒരു മൂഡിലായിരുന്നു. പക്ഷെ അപ്പം ആ കഥ പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒന്നും കാണിക്കാനില്ലാത്തൊരു അവസ്ഥയിലോട്ടൊക്കെ പോകും തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇതില് നമ്മൾ ഒരു ഡ്രാഫ്റ്റോ ഒന്നും എഴുതിയിട്ടല്ല ഈ സ്വാപ്പ് തീരുമാനിക്കുന്നത്. സ്വാപ്പ് ഇങ്ങനെ വേണം എന്ന് തീരുമാനിച്ചു, അതിൽ മാറ്റമില്ല. അതായത് ഇതിന്റെ എല്ലാ കോമ്പിനേഷനും നോക്കിയിട്ട് ഇതാണ് ഈ സ്വാപ്പ് ആവേണ്ട കോമ്പിനേഷൻ. ഓക്കെ, ഇനി ഈ കോമ്പിനേഷൻ കൺഫ്യൂസിങ് ആവാതെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം? അപ്പൊ 3 പേർക്കും ഇൻഡിവിജ്വൽ മാനറിസംസ് കൊടുക്കണം, ഇൻഡിവിജ്വൽ ആർക്ക് കൊടുക്കണം. അങ്ങനെ അതായത് നമ്മളിപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തിരിച്ചാണ് ചിന്തിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. അതായത് ഒരു കഥ എഴുതി പോയി അതിന്റെ പോക്കിൽ സ്വാപ്പ് അങ്ങനെ വന്നാൽ തലപ്പുറം. ഇത് അങ്ങനല്ല, ഗ്രൗണ്ട് അപ്പ് ആയിരുന്നു. അതായത് സ്വാപ്പ് ലോക്ക് ചെയ്തു, ആർക്ക് ലോക്ക് ചെയ്തു, എന്നിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ ആ കൺഫ്യൂഷൻ ഇല്ല.
വായിക്കുമ്പോൾ ആ കൺഫ്യൂഷൻ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ വായിക്കുമ്പോഴും നമ്മൾ വെരി ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ വായിക്കുമ്പോൾ കാണുന്ന കൺഫ്യൂഷൻ കാണുമ്പോൾ മീൻസ് ഓൺ സ്ക്രീൻ കാണുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ളത്. അതുപോലെ അരുണിലോട്ട് വരുമ്പോൾ ഇവരും 3 പേരുമായിട്ടുള്ള ഒരു റാപ്പോ, ഒരു കോമ്പിനേഷൻ സീൻസ്, അതൊക്കെ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്ന, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ അമൽ ജ്യോതി കോളേജിലാണ് ഷൂട്ട് ചെയ്തത്. 58 ദിവസം നമ്മൾ അവിടുത്തെ ഹോസ്റ്റലിൽ തന്നെ നിന്ന് അവിടുത്തെ പിള്ളേരുടെയൊക്കെ കൂടെ തന്നെയായിരുന്നു നമ്മൾ. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഹോസ്റ്റലല്ല, ഗസ്റ്റ് ഹൗസ്. അപ്പം നമുക്ക് ഈ കോളേജിൽ പോകുന്ന പോലത്തെ ഒരു അവസ്ഥ തന്നെയായിരുന്നു. രാവിലെ എനിക്ക് ഡ്രസ്സ് ഇട്ട് നേരെ കോളേജിൽ ക്ലാസ്സിൽ പോവുക, ഷൂട്ട് ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ള. ആദ്യമായിട്ടാണ് തുടർച്ചയായിട്ട് 58 ദിവസം കോളേജിൽ പോകുന്നത്. അപ്പം ഭയങ്കര നമ്മൾ പിന്നെ ഭയങ്കര സിങ്കായി. എന്നും കഴിഞ്ഞു വരിക, പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോവുക, രാത്രി മൊത്തം വരുന്ന കഥ പറയുക, പാട്ട് പാടുക എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ സുരാജേട്ടനും ഇടയ്ക്കൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് സുരാജേട്ടനും ഷറഫിക്കൊക്കെ നിൽക്കുന്നത്. അപ്പം സുരാജേട്ടൻ ഇടയ്ക്ക് വരും, നമ്മുടെ ഒപ്പം ഇരുന്ന് പാട്ടൊക്കെ പാടി, പുള്ളി മറ്റേ മിമിക്രിയും ബീറ്റ് ബോക്സും അങ്ങനത്തെ സാധനമൊക്കെ ഇട്ട് പൊളിച്ചിട്ടാണ് പോകുന്നത്. സോ ഭയങ്കര രസമുള്ള റാപ്പോ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് പടത്തിൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റിയെന്നാ വിശ്വസിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് കൗണ്ടറുകളും നമ്മുടെ നോട്ടത്തിൽ തന്നെ നമുക്കൊരു കണക്ഷൻ കിട്ടും, എന്താ അടുത്ത പറയേണ്ടതെന്ന് മനസ്സിലാവും. പല സാധനങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട് ഭാഗ്യത്തിന്. ഇതേപോലെ തന്നെ ഇപ്പൊ സുരാജേട്ടനും ഷറഫിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുകയും അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെയും കോമിക്കൽ ടൈമിങ് നമുക്കും ഹെൽപ്പ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ സാഫ് ബോയ്, അരുൺ പ്രദീപ് ഇവരിലോട്ട് എത്തുമ്പോഴത്തേക്കും അവരുടെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു, ഇവരെ ചൂസ് ചെയ്തത്? അരുൺ പ്രദീപ് ആക്ച്വലി എഴുതിക്കൊണ്ടിരുന്നപ്പോഴും എനിക്കും ഇതിനും റംസാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അരുൺ പ്രദീപ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാര്യം ഈ അരുൺ പ്രദീപിന്റെ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് വൈൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അപ്പൊ അവൻ ഇത് പറ്റുമെന്നുള്ളത് അറിയാം. അപ്പൊ അരുൺ പ്രദീപ് ആക്ച്വലി റംസാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അരുൺ പ്രദീപ് ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഡ്രീം കാസ്റ്റ് എന്ന് പറയുന്നത്. അവൻ അല്ലെങ്കിൽ വേറൊരാളെ ഫിഗർ ഔട്ട് ചെയ്യണം. പക്ഷെ വെരി ഫസ്റ്റ് ഓപ്ഷൻ അവൻ തന്നെ ആയിരുന്നു. ഹോപ്പ്ഫുള്ളി അത് കിട്ടുകയും ചെയ്തു. പിന്നെ സാഫിന്റെയും ഇവന്റെയും ക്യാരക്ടർ ആക്ച്വലി, അതായത് കണ്ണൻ നകുൽ, അത് നമുക്ക് ആരെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേരെ വിളിച്ച് ഓഡിഷൻ ടൈപ്സും പല കാര്യങ്ങളും എടുത്തിട്ട് ഏറ്റവും അവസാനം ഇവൻ കണ്ണൻ ചെയ്യണം എന്നുള്ള ലെവലിൽ ലോക്കായി നിന്ന സമയത്താണ് സാഫ് വന്ന് കണ്ണൻ ചെയ്യുന്നത്. അപ്പൊ സാഫ് കണ്ണൻ വേറൊരു പരിപാടി കൊടുത്തു, അതില് വേറൊരു പരിപാടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവൻ നകുൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മാറിയതാ. അങ്ങനെ എത്തുന്നത് സാഫിലോട്ട് ആക്ച്വലി എന്താ പറയാ, ഈ കണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് സാഫ് വന്നു ചേരുമായിരുന്നു. അല്ലാതെ സാഫിന് വേണ്ടി എഴുതിയ ക്യാരക്ടറോ അങ്ങനൊന്നുമല്ല. ക്യാരക്ടറിന് അവൻ അതിലേക്ക് വന്നു ചേരുമായിരുന്നു. പിന്നെ സിനിമയിൽ ഒരുപാട് DC കോമിക്സിന്റെ റെഫറൻസ് ഉണ്ടെന്ന് ഒരുപാട് DC ഫാനാണ് തീർച്ചയായും. അതുകൊണ്ടാണ് ഫുള്ള് ത്രൂ ഔട്ട് DC റെഫറൻസ് ആണ് പടത്തിൽ. മാർവലിന്റെ ഒരു അംശം പോലും ഇല്ല. ഉണ്ട്, മറ്റേ ചവിട്ടുന്ന സമയത്ത് ഇഷാൻ ഇട്ടിരിക്കുന്ന മാർവലാണ്. ഇടി കൊള്ളുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, മാർവൽ ഫാൻസ് അസ്വസ്ഥരാണെന്ന് പറഞ്ഞ ഒരുപാട് കമന്റ്സ് ഉണ്ട്. കാരണം ഇവരുടെ ടീഷർട്ട് ആണെങ്കിലും കൂടുതൽ ജോക്കറിന്റെ അത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തതാണ്? അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് എഴുതിയാണ്. ഹാർഡ് കോർ DC ഫാൻ, ഞാനും ആവട്ടെ നിതിനും ആവട്ടെ. അപ്പൊ നമ്മൾ ഈ ഫാൻ ഫൈറ്റിലും ഉള്ളതാ, DC മാർവൽ ഫാൻ ഫൈറ്റ്സിലൊക്കെ ഉള്ളതാ. മിക്കവാറും ഒക്കെ സ്ഥലങ്ങളിൽ ഈ ഫൈറ്റില് ഞാനും അത് നിന്ന്. അപ്പൊ നമ്മളൊരു പടം ചെയ്യുന്ന സമയത്ത് DC അതത്രേ ഉള്ളൂ എന്നുള്ള മൂടാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, സിനിമയിൽ ഇപ്പൊ ഇവര് കോളേജ് സ്റ്റുഡൻസ് ആണ്, അതുപോലെ തന്നെ അത്ര വലിയ പ്രായമായിട്ടില്ല, ഒരു നേർഡ് ന്യൂബി അങ്ങനത്തെ ഗെയിമിങ്ങും കാര്യങ്ങളായിട്ടിരിക്കുന്നവരാണ്. പക്ഷെ ഇവർക്ക് മദ്യത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരുപാട് പേടിക്കുന്ന പോലെ, ലൈക്ക് ഇവരുടെ ക്യാരക്ടർ എല്ലാവരും മദ്യവും, ലൈക്ക് ഇവര് കുടിച്ചിട്ടില്ല, ഇവർ കുടിക്കാൻ ഇങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞാൽ എന്തോരം ആവും, അങ്ങനെയൊന്നും ഇവർക്ക് അറിയത്തില്ല മദ്യത്തെ പറ്റി. അപ്പൊ അറിഞ്ഞുകൊണ്ട് അത് പ്രൊമോട്ട് ചെയ്യാത്തതാണോ? അതെ അതെ, അത് ഞാനും വിജയ് സാറുമായിട്ട് സംസാരിച്ചാണ്. എനിക്ക് കഴിവതും ആ എപ്പിസോഡ് തന്നെ പടത്തിൽ നിർത്തി മാറണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു ഞാൻ ഇതിന് സംസാരിച്ചിട്ട്. നമുക്ക് ആ ഒരു ഏരിയയിൽ ഒരു പടത്തിലൊരു ലാഗ് ഉണ്ട്. അല്ല, ഇതുവരെ നമ്മളിപ്പോ കോളേജ് ലൈഫ് സിനിമകൾ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. വെരി ക്ലിയർലി അതൊരു വലിയ കോൺവെർസേഷൻ ആട്ടോ. ആ സംസാരിക്കേണ്ട അതൊരു വലിയ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ലഹരിക്ക് എതിരാണെന്നോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ ഉപയോഗിക്കുന്ന ആളല്ല, ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളല്ല. പക്ഷെ അതിനെതിരാണെന്നോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിൽ പറയേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാലേ, നമ്മള് കുറച്ച് കാലങ്ങളായിട്ട് കോളേജ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകവലി മദ്യം. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അതാണ് കോളേജ് എന്ന് പറയുന്ന ഒരു സാധനം വെളി വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വേണ്ടതാണ് ഫ്രണ്ട് ബെഞ്ചേഴ്സിന്റെ കഥ, ആ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ വെരി ക്ലിയർലി നമ്മുടെ ഇന്റൻഷൻ അത് തന്നെയായിരുന്നു. പിന്നെ ഇപ്പം നമ്മളെ കാണിക്കുന്നുണ്ട് ഒരുപാട് ഗ്രൗണ്ടഡ് ആയിട്ട്, അടിക്കും പോകുന്നില്ല, ഇൻട്രോവേർട്സ് ആണ് അവർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ കഥ പറയണം എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ഇന്റൻഷൻ. അതിൽ വേറൊരു സംഭവം എന്തെന്ന് പറഞ്ഞാൽ കേട്ടോ, ഇപ്പം നമുക്കിപ്പം കഴിഞ്ഞ കുറച്ച് നാൾ ഇറങ്ങിയ കോളേജ് അല്ലെങ്കിൽ ഈ ഏജ് ഗ്രൂപ്പിലെ പടങ്ങളിലെല്ലാം എന്താ പറയാ ക്ലിയർ ആയിട്ട് കാണുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അവർ എക്സ്ട്രോവേർട്സ് ആണ്, മദ്യപിക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഓക്കെ, മേ ബി കോൺട്രവേഴ്ഷ്യൽ ആവും ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ റിവ്യൂവേഴ്സ് എടുത്തു കഴിഞ്ഞാലും അവർക്ക് ഭയങ്കരമായിട്ട് റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് അത്. നമ്മുടെ ഇതില് കുറച്ച് റിവ്യൂവേഴ്സ് ആദ്യത്തെ കുറച്ച് ഏരിയയിൽ ഡയലോഗ്സ് ഇത്തിരി ക്രിഞ്ച് ആണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ വരുന്നുണ്ട്. സി, ക്രിഞ്ച് ആയിരിക്കാം, നമ്മുടെ ഹിറ്റ് ആൻഡ് മിസ് ആയിരിക്കാം. പക്ഷെ ടു ഓപ്പൺ എ കോൺവെർസേഷൻ ഞാൻ പറയുന്ന ഇതാണ്, ഒരു യൂട്യൂബ് ചാനൽ തുറന്ന് റിവ്യൂ പറയാൻ കെൽപ്പുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എക്സ്ട്രോവേർട്ട് ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും ഇൻട്രോവേർട്ട് ആയിരിക്കില്ല.
അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻട്രോവേർട്ടിന്റെ കോൺവെർസേഷൻ ഒരിക്കലും റെസണേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, നാളെ ഇപ്പം ഒരു ഇൻട്രോവേർട്സിന്റെ കഥ പറയുന്ന ഒരു നമ്പർ ഓഫ് മൂവി ഇറങ്ങി കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന റിവ്യൂസിന് ആർക്കും അത് റെസണേറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ നമ്മുടെ ഒരു ഇനിഷ്യൽ റിവ്യൂസിന്, അതായത് മൗത്ത് പബ്ലിസിറ്റി ഒക്കെ നിൽക്കുന്ന ഒരു പടമാണെങ്കിൽ അതിലൊരു ഡേഞ്ചറസ് ട്രെൻഡ് എന്തെന്ന് പറഞ്ഞാൽ, ആ ഇനിഷ്യൽ റിവ്യൂവേഴ്സിന് റിലേറ്റബിൾ അല്ലാത്ത ക്യാരക്ടേഴ്സിനെ വെച്ച് നമ്മൾ പടം ഇറക്കിയാൽ അത് ക്രിഞ്ച് എന്ന് പറഞ്ഞ ടാഗിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സി, വിത്ത് ദാറ്റ് സെഡ്, എനിക്ക് വേണമെങ്കിൽ ഈ ആ ഇനിഷ്യൽ ഏരിയസിലെ ഡയലോഗ്സ് വേറൊരു രീതിയിൽ കവറപ്പ് ചെയ്യാമായിരുന്നു. അതിൽ നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ എഗെയിൻ ഞാൻ അവിടെ വേറൊരു കോൺവെർസേഷൻ കൂടെ ഓപ്പൺ ചെയ്യാണ്. അതായത് ഈ തുടക്കത്തിൽ ഈ പിള്ളേർ പറയുന്ന ക്രിഞ്ച് ഡയലോഗ് എന്ന് പറഞ്ഞ ഡയലോഗ്, സൂപ്പർമാനെ വിളിച്ച് ഭൂമി തിരിച്ച് ഇറക്കാൻ സൂര്യയുടെ 24 വാച്ച് ക്രിഞ്ച് ആവട്ടെ, പടം തീരുന്ന ഷോട്ടിൽ ഇതേ ഡയലോഗാണ് ഇവർ പറയുന്നത്. ഇതേ ഡയലോഗാണ് ഇവർ പറയുന്നത്. അവർക്ക് ആർക്കും ക്രിഞ്ച് ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്തു, ജേർണി ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, യു ക്യാൻ ബി ആൻ എക്സ്ട്രോവേർട്ട്, പക്ഷെ അതുകൊണ്ട് അത് മാത്രമാണ് ലോകമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല. ഒരിക്കൽ കൂടെ എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ അത് പറയാം. ഞാൻ നേരിട്ട് കണ്ടിട്ട് പറയാതിരിക്കുന്നത് അതൊരു നല്ലൊരു, എനിക്കത് അതാണ്, ലെറ്റ് ഇറ്റ് ബി എ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് എപ്പോഴും കള്ള് കുടിക്കുന്ന, പുകവലിക്കുന്ന കോളേജ് പിള്ളേരുടെ കഥകളല്ലാത്ത കഥകളും വേണം, ഉറപ്പായിട്ട് വേണം. ലെറ്റ് ഇറ്റ് ബി എ സ്റ്റേറ്റ്മെന്റ്, അത്രേ ഉള്ളൂ. അതുപോലെ അരുണിലോട്ട് വരുവാണെങ്കിൽ എസ്തെറ്റിക് കുഞ്ഞമ്മയുടെ ഫൗണ്ടറാണ് പോസ്റ്റർ ഡിസൈൻ പരിപാടികൾ. അപ്പോൾ സിനിമ അഭിനയമാണോ പോസ്റ്റർ ഡിസൈനിങ് ആണോ? ഇപ്പൊ രണ്ടുകൂടെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ഇപ്പൊ ബിസി ആക്ടറായി. ഇല്ല, അത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് ഒരു 3ാം ക്ലാസ് തൊട്ട് നാടകം പഠിക്കുന്നുണ്ടായിരുന്നു. ആ അഭിനയത്തിലേക്ക് എത്താനായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ 10ാം ക്ലാസ്സിൽ സ്കൂൾ ബസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു കുഞ്ചാക്കോന്റെ, അതെ, റോഷൻ ആൻഡ്രൂ സാറിന്റെ പടത്തില്. അതിന് മുന്നേ ഞാൻ ജൂഡാന്തണി ജോസഫ് സാറിന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും അഭിനയത്തിലേക്ക് എത്തുക എന്നൊക്കെയുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഈ പറയുന്ന പോലെ ലോക്ക്ഡൌണിൽ തുടങ്ങുന്ന പേജാണ് എസ്തെറ്റിക് കുഞ്ഞമ്മ. അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഡിസൈനിൽ എത്തിപ്പോയതാണ്. എനിക്ക് ആഗ്രഹം ഓർക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ചെറുതായിട്ട് ഓരോരോ പോസ്റ്റേഴ്സ് ചെയ്ത്. ഒരിക്കലുമില്ല, ഞാൻ ഈ ഫോണിലും ഇതിലൊക്കെ പോസ്റ്റർ ചെയ്തോണ്ടിരുന്നത് എന്റെ തല വെച്ചിട്ട് എന്റെ ഷോർട്ട് ഫിലിംസിനൊക്കെയാണ്. എനിക്ക് എന്റെ തല കാണണം പോസ്റ്ററിൽ. അതെ, അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഇപ്പം അഭിനയിക്കാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യം. പ്രത്യേകിച്ച് ഇങ്ങനെ ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സിൽ നിന്ന് പെട്ടെന്ന് ഒരു സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ചെയ്യുക, മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഇപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പൊ സോ അങ്ങനെ ഒരു ട്രാൻസിഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പോസ്റ്റർ ഡിസൈനിങ് ആണോ ആക്ടിങ്? അയ്യോ, അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആക്ടിങ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന എന്റെ ഏറ്റവും വലിയ പാഷനിൽ ഒന്നാണ് ആക്ടിങ്. ഡിസൈനും അതേപോലെ തന്നെ എനിക്ക് സിനിമയുടെ എല്ലാ ഭാഗത്തിലും ഉൾപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതായത് മാർക്കറ്റിങ്ങും ബാക്ക് സൈഡിലും ഒക്കെ എനിക്ക് എന്തെങ്കിലും തരത്തിൽ സിനിമയിൽ അസോസിയേറ്റ് ചെയ്താൽ മതി. എനിക്ക് വേറെ ഒരു പണിയില്ലെങ്കിലും സിനിമയിൽ വെറുതെ പോയി നിൽക്കാനെങ്കിലും പറ്റുക എന്നുള്ളതാണ്. അതെനിക്ക് ഡിസൈനിലൂടെ പറ്റുന്നുണ്ട്. എന്റെ ക്രിയേറ്റീവ് ഫ്രസ്ട്രേഷൻസ് എനിക്ക് ഡിസൈൻ ചെയ്ത് പുതിയ സാധനങ്ങൾ കൊണ്ടുവരാനും, എന്റെ വാക്ക് വിശ്വസിക്കുന്ന ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ വരിക എന്നൊക്കെ പറയുന്ന ജഡ്ജ്മെന്റ് കിട്ടുന്നുണ്ട്. അതെ, ഹിറ്റ് 3. അപ്പൊ പല ഭാഷകളിൽ എനിക്ക് ചെന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറയുമ്പോൾ അവർ കേൾക്കുകയും അവർ നമുക്കും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഐ എം ഗെറ്റിംഗ് എ ചാൻസ് ടു ബി എ പാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രി. എനിക്ക് ഒരുപാട് മേഖലകൾ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ഒരു ഐഡിയാസ് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ എനിക്ക് ആക്ടറിലേക്കുള്ള വളർച്ചയെ സഹായിക്കും എന്തെങ്കിലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രോസസ്സ് മനസ്സിലാക്കൽ, അതാണ് മെയിൻ പരിപാടി. ആക്ടിങ്ങിന്റെ ഒരു കരിയർ ജേർണി നോക്കുമ്പോഴത്തേക്ക് അരുൺ ഒരു ഇൻസ്റ്റന്റ് പോസ്റ്റ് ഇടും, മറ്റേ ലിറ്റിൽ ഹാർട്സ് എന്ന ഫിലിമിലെ ബംഗാളിയായിട്ട് ചെയ്ത റോൾ. അത് ഒരുപാട് മനസ്സിൽ ഇഷ്ടപ്പെട്ട റോളാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ ഇടാൻ തോന്നിയത്? ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ചെയ്തത് വളരെ ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എനിക്ക് ഫിസിക്കലിയും ഇപ്പം ഡയലക്ട് വൈസ് ഒക്കെ പുഷായി ഒരു പുതിയൊരു ക്യാരക്ടർ ആവാൻ പറ്റും. എനിക്കത് മനസ്സിലായില്ലായിരുന്നു. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആരോണായിരുന്നു. അതെ. അപ്പം ഞാൻ പോകുന്ന വഴി, സെറ്റിലേക്ക് പോകുന്ന വഴി അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുകയും ഡയലോഗ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അവിടെ ചെന്ന് ഞാൻ ഇതേപോലെയുള്ള ഒരു ആസാമീസ് പയ്യനുള്ള ഒരു ആക്രിക്കടയിലൊക്കെ ചെന്ന് നിന്ന് ഞാൻ പണിക്ക് നിന്നിട്ടാണ് ആ ഡയലക്റ്റ് ഒക്കെ പഠിച്ചെടുത്തത്. ബോഡി മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതെ. അപ്പൊ എന്നെ അവിടുത്തെ ഒരു ചായക്കടയിൽ ചേട്ടൻ ഹയർ ചെയ്യാൻ വരെ പോയിട്ടുണ്ട്. നീ കൊള്ളാം, നീ നാളെ ഷെയ്ക്ക് അടിക്കാനും ചായ അടിക്കാനും ഞാൻ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞു. അപ്പം അത്തരത്തില് ഞാൻ അത്യാവശ്യം കുറച്ച് പണിയെടുക്കാൻ നോക്കുകയും ഞാൻ മാക്സിമം ബിലീവബിൾ ആക്കുകയും എന്റെ കുറച്ച് പരിപാടികളൊക്കെ ഇട്ടാണ് അത് ചെയ്തത്. 100% ഒരു സാധനത്തിലേക്ക് എത്തിയില്ല എന്നറിയാം, എന്നാലും എവരിബഡി എൻജോയ്ഡ് ഇറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര എനിക്ക് പുഷ് ചെയ്യാൻ പറ്റിയൊരു സാധനമായിരുന്നത്. ചിലർക്ക് അത് ഒറിജിനൽ ബംഗാളി ആണെന്നൊരു സന്തോഷം. ഒരു ആക്ടറിന്റെ ഒരു വിജയം തന്നെയാണ്. ഉറപ്പായിട്ടും. മനുവിലോട്ട് വരുവാണെങ്കിൽ ഫ്രൈഡേ ഫിലിം ഹൗസിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് ഈ സിനിമ? ഞാനിത് എല്ലാ ഇന്റർവ്യൂവിലും ചോദിക്കുന്ന ചോദ്യം എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നതാണ്. അതായത് നമ്മള് ഒരു 2023 ഏപ്രിലിൽ വിജയ് സുബ്രഹ്മണ്യം എന്ന് പറയുന്നതിന്റെ കോ പ്രൊഡ്യൂസർ പുള്ളിയായിട്ടാണ് നമ്മൾ ഇനിഷ്യൽ ടോക്സും കാര്യങ്ങളും എല്ലാം നടന്നത്. എന്നിട്ട് സെപ്റ്റംബർ കൊണ്ട് സ്ക്രിപ്റ്റ് ലോക്ക് ആവുകയാണ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഡിസംബർ ആയപ്പോഴാണ് വിജയ് സാർ, ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, അപ്പോൾ വിജയ് സാർ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പുള്ളി ഭയങ്കര ഇംപ്രസ്ഡ് ആയി, നമുക്കിത് ഫ്രൈഡേ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വിജയ് സാർ വരുന്നത്. പക്ഷേ ആ പോയിന്റ് പടത്തിന് ഭയങ്കര നിർണായകമായി. കാര്യം അത് കഴിഞ്ഞ് പിന്നെ വരുന്ന മാസങ്ങളിൽ ഈ പടം ഡ്രോപ്പ് ആകും എന്നുള്ള പോയിന്റ് വരെ പോയി. ലിറ്ററലി ഈ പടം നടക്കില്ല എന്നുള്ളൊരു ഒരു പോയിന്റ് വരെ ഈ പടം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സിംഗിൾ ഹാൻഡഡ്ലി ഈ പടം പൊക്കിക്കൊണ്ടുവന്നത് വിജയ് സാറാണ്. അപ്പൊ പുള്ളി ഭയങ്കര കോയിൻസിഡൻസ്ലി ആണ് പടത്തിന് വന്നതെങ്കിലും പടം ഇന്ന് നടക്കാൻ ഏറ്റവും വലിയ കാരണമായത് വിജയ് ബാബു തന്നെയാണ്, വിജയ് ബാബു സാർ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഫ്രൈഡേയിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ഓൾറെഡി അവിടെ ലോക്ക്ഡ് ആയിരുന്നു. അതെ, സ്ക്രിപ്റ്റ് ഓൾറെഡി റെഡി ആയിരുന്നു. അപ്പോൾ പുള്ളി അതാ എഗെയിൻ ഞാൻ വേറൊരു ഇന്റർവ്യൂവിലും പറഞ്ഞതാ, നമ്മളിപ്പം ഞാൻ തന്നെ സ്ക്രിപ്റ്റ്, ഈ സ്ക്രിപ്റ്റ് എന്നല്ല പല പ്രൊഡക്ഷനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ പ്രൊഡക്ഷനും നമ്മൾ നല്ല കണ്ടന്റ് നോക്കും എന്ന് പറയുന്ന പ്രൊഡക്ഷൻസ് ആണ് കൂടുതലും. പക്ഷെ നല്ല കണ്ടന്റ് കൊണ്ട് ചെന്നാലും അപ്പൊ ഉടനെ അടുത്ത ചോദ്യം വരും, ഇതിന് മറ്റേ മാർക്കറ്റ് ഇല്ല, മറ്റേ ആ പ്രശ്നം. പക്ഷേ വിജയ് ബാബു ലൈക്ക് പുള്ളി ആ കാര്യത്തിൽ വെരി ട്രാൻസ്പാരന്റ് ആണെന്ന് എനിക്ക് തോന്നി. നമ്മൾ നല്ല കണ്ടന്റ് നോക്കുന്ന പ്രൊഡക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് നല്ല കണ്ടന്റ് കൊണ്ടുവന്ന് അവരത് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രാൻസ്പാരൻസി ഭയങ്കരമായിട്ടുണ്ട്. ആൻഡ് പുള്ളി ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു. കാര്യം ഈ കണ്ടന്റിന്റെ മെറിറ്റിൽ മാത്രമാണ് പുള്ളി അത് എടുത്തത്. എന്നിട്ട് ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു, മനു കണ്ടന്റ് ഓക്കെ, പക്ഷെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ആൾക്കാർ വേണം. അപ്പോഴും കണ്ടന്റിനെ ഡിസ്മിസ് ചെയ്തില്ല. ആ പുള്ളി അത് ഡിസ്മിസ് ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് ഫ്രൈഡേയുടെ വിജയം. ലൈക്ക് അവര് 16 പുതിയ ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്ന ചെറിയ കാര്യമല്ല. അവര് അത്ര ഇപ്പൊ തന്നെ നമുക്ക് നല്ലൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഫ്രൈഡേയുടെ ഡോർസ് ഓപ്പൺ ആണ്, ആർക്ക് വേണോ കയറി ചെല്ലാം. അവർ കണ്ടന്റ് എടുക്കാൻ നിൽക്കുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് എന്ന് പറയുന്നത് 100% സത്യം ഒരു കാര്യമാണ്. അത് ആട് തൊട്ട് തുടങ്ങി ഇങ്ങനെ പുതിയ ഡയറക്ടേഴ്സിനെ ഒരുപാട് അത് വെറുതെ പറയുന്നല്ലോ, അവര് നല്ല കണ്ടന്റ് പരിചയപ്പെടുത്തുന്ന 16ാമത്തെ പുതുമുഖ അങ്ങനെ ഒരു ടൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ ഈ ഡയറക്ടർ മനുവിന്റെ ഒരു ഫേവറേറ്റ് ജോണർ എന്താണ്? എനിക്ക് ത്രില്ലർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അല്ല, എനിക്ക് തിരിച്ചു പറയാം. അതായത് എനിക്ക് ഫീൽ ഗുഡ് ഫിലോസഫി ഒഴികെ ബാക്കി എല്ലാ ജോണറും ഇഷ്ടമാണ്. ഫിലോസഫി ഫീൽ ഗുഡ് ഒഴികെ ബാക്കി എല്ലാ ജോണേഴ്സും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ പടക്കള എന്ന് പറയുമ്പോൾ ഒരു ഫാന്റസി, അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അതൊഴികെ ബാക്കി എല്ലാ ജോണറിലും പടം ചെയ്യണമെന്നുണ്ട്. ഫീൽ ഗുഡ് ഫിലോസഫി ഒഴികെ, ഫീൽ ഗുഡ് ഫിലോസഫി മാത്രം ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എ റിയൽ മൂവി. അതൊരു ഫസ്റ്റ് വേൾഡ് പ്രോബ്ലം അഡ്രസ് ചെയ്യുന്ന ഒരു പടം പോലെ പലപ്പോഴും തോന്നാറുണ്ട് ആ സോണിൽ വരുന്ന പടങ്ങൾ. ആ ജോണർ ഒഴികെ ബാക്കി എല്ലാ പടങ്ങളും ഞാൻ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ അതിൽ എല്ലാം ചെയ്യണം തന്നെയാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ ഇപ്പോൾ ഇതിനിടയ്ക്ക് ആലോചിച്ചത്, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ ഈ മദ്യപാനം അങ്ങനെ ഇല്ലാത്ത സിനിമകളും പറഞ്ഞു. സി ഡൗൺ ദ ലൈൻ ഇപ്പം അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമ എടുക്കേണ്ടി വന്നാൽ അത് ഞാൻ ചെയ്യും. ഐ ജസ്റ്റ് വോണ്ട് ടു ബി ഓൺ റെക്കോർഡ്സ്. മനസ്സിലായി? കാര്യം നാളെ ഒരു സമയത്ത് നിന്റെ പടത്തിൽ അവൻ മദ്യപിച്ചില്ലേന്ന് ചോദിച്ചാൽ മദ്യപാനം അനിവാര്യമായി വരുന്ന സ്ഥലങ്ങൾ ഉപയോഗിക്കും. ഈ പടത്തിൽ അത് ചെയ്തിട്ടുണ്ട്. നാളെ ഇപ്പം അതിനെ ഗ്ലോറിഫൈ ചെയ്തൊരു പടം എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അനിവാര്യമാണെങ്കിൽ ചെയ്യും. ഐ ജസ്റ്റ് വോണ്ട് ഇറ്റ് ടു ബി ഓൺ റെക്കോർഡ്, അത്രേ ഉള്ളൂ. അതുപോലെ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഫാന്റസി മൂഡ്, അങ്ങനെയാണ് ആ സിനിമ പോകുന്നത്. ഈ ടൈം ട്രാവൽ സിനിമകൾ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇനി അടുത്ത വരുന്ന സൂപ്പർ ഹീറോ മൂവീസ് പറയാൻ പറ്റില്ല, ഇതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ആദ്യത്തെ പടം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പോലും ഇന്റൻഷണൽ അല്ല. അത് ഒരു പോയിന്റിൽ 2023 ഫെബ്രുവരി 23 തോന്നിയ ഒരു ഐഡിയ മാത്രമാണ്. അപ്പോൾ ആദ്യത്തെ പടം ഇങ്ങനെ ആവുമെന്നുള്ളത് എനിക്ക്, ആദ്യത്തെ പടം ഞാൻ ആക്ച്വലി ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പൊ അതിങ്ങനെ ബേസിലേട്ടനോട് സംസാരിച്ച പുള്ളിയാണ് പറഞ്ഞ ആദ്യം അങ്ങനെയുള്ള പരിപാടി പിടിക്കണ്ട, അപ്പോൾ ഇതിലേക്ക് വന്നു ചേരുന്നതാണ്. ഇപ്പം ടൈം ട്രാവൽ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു 10 ടൈം ട്രാവൽ വന്നു കഴിഞ്ഞാൽ ജോണർ പോയി. അപ്പൊ ഇത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്സ് വേറെയും തലയിലുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ എല്ലാം കോൺസെപ്റ്റിൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നാളെ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ വളരെ റിയൽ വിസറൽ ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കാം. ഇത് പ്രീ ഡിറ്റർമിൻഡ് അല്ല. ACT കുഞ്ഞുമ്മയുടെ അടുത്ത പ്രൊജക്ടുകളും കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് അരുൺ മാത്രമേ ഉള്ളൂ അതോ വേറൊരാളും കൂടി? ഇല്ല, നമുക്കൊരു സ്ട്രോങ് ടീം ഉണ്ട്. നമ്മുടെ എൻ്റെ ഒരു കോ ഫൗണ്ടർ ദീപക് എന്ന് പറഞ്ഞ ആളുണ്ട്. പിന്നെ കിഷോർ, രാഹുൽ, നന്ദന എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സ്ട്രോങ് ടീം ഓഫ് 8 members ഉണ്ട്. അപ്പം നമ്മളെല്ലാരും കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ബോളിവുഡ് സിനിമയിലോട്ടുള്ള ഒരു ഡെബ്യൂ എങ്ങനെയായിരുന്നു? ദോർ ദോപ്യാർ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അത് 2021 അവസാനമാണ് അത് ഷൂട്ട് ചെയ്തത്. ഇറങ്ങി വന്നപ്പോൾ അത് ഈ 2023 ആയിരുന്നു. സോ അതിൽ ഈ പറയുന്ന പോലെ അവരൊരു ഓൺലൈനിൽ ഒരു കാസ്റ്റിംഗ് കോൾ ഇടുകയും അതൊരു കാസ്റ്റിംഗ് ഏജൻസി വഴി എന്നെ വിളിച്ചിട്ട്, ഒരു ജോയൻ എന്ന് പറഞ്ഞൊരു ചേച്ചി എന്നെ അപ്രോച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഓഡിഷൻ കൊടുത്തു നോക്കൂ, ഒരു വിദ്യാബാലന്റെ ഒരു കസിന്റെ റോളാണ്, ഭയങ്കര ഒരു ക്വർക്കി, കുറച്ച് ഓവർ ദ ടോപ്പ് കോമഡി ചെയ്യാൻ പറ്റുന്ന ഒരു പയ്യനെയാണ് അവർ നോക്കുന്നത്, പല്ലിൽ കമ്പിയൊക്കെ ഇട്ട ഒരു പയ്യനെയാണ് നോക്കുക. അപ്പൊ എനിക്ക് പല്ല് കമ്പി ഉണ്ടായി. അപ്പം അങ്ങനെ ഞാൻ ഓഡിഷൻ ചെയ്തപ്പോഴത്തേക്ക് അത് വർക്കായി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അവര് അപ്പൊ ആദ്യമൊക്കെ വിചാരിച്ചത് എന്തോ ഫേക്ക് പരിപാടി ആയിരിക്കുമോ, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ അവർ വിളിച്ച് എനിക്ക് ടിക്കറ്റ് ഒക്കെ അയച്ചു, നിങ്ങൾ ബോംബെക്ക് വാ,
ഒന്ന് റീഡിങ് നടത്താം. ബോംബെക്ക് പോയി ഞാൻ ഒരുപാട് ആൾക്കാരായിട്ട് റീഡിംഗ് ഒക്കെ നടത്തി. അപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഇത് റിയൽ ഒരു പടമാണ് എന്ന്. അങ്ങനെ അത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സുമാണ്. ഭയങ്കര എനിക്ക് പുതുമയുള്ളൊരു സാധനമായിരുന്നു ഹിന്ദി പടത്തിന്റെ റീഡിങ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആക്ടിങ് പ്രോസസ്സേ വേറെ തന്നെയായിരുന്നു. പിന്നെ കമ്മിങ് ഔട്ട് ഷൂട്ട് ഊട്ടിയിൽ ഒരു 10 ദിവസത്തേക്ക് ഷൂട്ട് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ആ പടത്തിലേക്ക് എത്തിയത്. വിദ്യാബാലനോടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര രസമാണ്. വിദ്യാമ നന്നായിട്ട് മലയാളമൊക്കെ സംസാരിക്കും. ഇപ്പൊ ഞാൻ മറ്റേ ഹിന്ദിയിൽ 2 ഡയലോഗ് പഠിച്ചു വെച്ചേക്കായിരുന്നു വരുമ്പോ പറയാൻ. ഞാൻ പറയാൻ തുടങ്ങുമ്പോ തന്നെ മോനെ എനിക്ക് മലയാളം അറിയാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര രസമുള്ള ഒരു ആക്ടറാണ്. നമുക്ക് ഇങ്ങനെ ഓരോ പരിപാടികൾ പറഞ്ഞൊക്കെ തരും, ഇങ്ങനെ ചെയ്തു നോക്കിക്കോ എന്നൊക്കെ പറയും. അപ്പൊ നല്ലൊരു റാപ്പോ ഉണ്ടാക്കാൻ പറ്റി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പ്രധാനമായിട്ട് ചോദിക്കാനുള്ള, നിങ്ങൾ റിലീസ് കഴിഞ്ഞിട്ട് തലവർ രജനീകാന്തിനെ പോയി കണ്ടു, മീറ്റപ്പ് ചെയ്തു, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇതും എക്സ്പ്ലിസിറ്റ്ലി ഇതിനു മുന്നേ ഉള്ളൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. അത് ഔട്ട് ഓഫ് ദ ബ്ലൂ വന്നൊരു സാധനമാണ്. അത് ഭാഗ്യവശാൽ സുരാജേട്ടൻ ആ ഫിലിമിന്റെ സെറ്റിലുണ്ടായി. അപ്പോൾ പുള്ളിയാണത് അറേഞ്ച് ചെയ്ത് തന്നത്. പുള്ളിക്ക് ഓൾറെഡി നമുക്ക് പ്രൊമോഷൻ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമവും പുള്ളിക്കുണ്ട്. പുള്ളി അപ്പോൾ അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്തു. അപ്പോൾ അത് ഞാനിവിടെ മറ്റേ തൃപ്പൂണിത്തറ നിന്ന സമയത്ത് വിജയ് സാർ ഇങ്ങനെ വിളിച്ചിട്ടൊരു എടാ ഒരു 12:30 എയർപോർട്ട് എത്താൻ പറ്റുമെന്ന് ചോദിച്ചു. 45 മിനിറ്റ്സിൽ. ഞാൻ പറ്റില്ല ചേട്ടാ തൃപ്പൂണിത്തറയാണ് എത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി കട്ട് ചെയ്തിട്ട് പോയി. പിന്നെ രണ്ടാമതൊന്നും കൂടെ വിളിക്കണം, എടാ പെട്ടെന്ന് എത്തണം രജനീകാന്തിന് കാണാമെന്ന് പറഞ്ഞു. പിന്നെ ആ നിന്ന ഡ്രസ്സിൽ ട്രാക്ക് സൂട്ടായിരുന്നു, വേർത്ത് കുളിച്ച് നിൽക്കായിരുന്നു. ആ ഡ്രസ്സിൽ ചാടി ഒരു ഊബറിൽ കയറുന്നു. ഷറഫിക്ക വിളിച്ചു പറഞ്ഞു, ഷറഫിക്ക ഇങ്ങനെയാണ്, ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പുള്ളി അവിടെ ഡ്രസ്സ് അറേഞ്ച് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ഓടിപ്പടച്ച് മറ്റേ ഗേറ്റൊക്കെ എയർപോർട്ട് ഗേറ്റൊക്കെ അടയ്ക്കുന്നതിന് ജസ്റ്റ് മുന്നേയൊക്കെ കയറി ഓടി കയറി സിനിമാറ്റിക്, വെരി സിനിമാറ്റിക്. ഞാൻ പോകുമ്പോൾ മറ്റേ അവരെല്ലാവരും കലിപ്പിൽ നിൽക്കുകയാണ് ഡോർ അടയ്ക്കാതെ. അങ്ങനെ ഓട്ടി ചെന്ന് കയറി കറക്റ്റ് ടൈമിന് അവിടെ എത്തി. പക്ഷെ അപ്പൊ അന്ന് രജനി സാർ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോഴാണ് നമ്മൾ നെൽസൺ സാറിനെ കാണുന്നത്. അപ്പോൾ പുള്ളി കണ്ട് പുള്ളി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രെയിലർ കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി ഇങ്ങനെ ചോദിച്ചു ആദ്യത്തെ പടമാണോ എന്ന് ചോദിച്ചാൽ അല്ല മീൻസ് ഇതിന് മുന്നേ ഏത് പടമാണ് ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ആദ്യത്തെ പടമാണ്. അപ്പോൾ കൊള്ളാം. അപ്പോൾ ഇതിന് മുന്നേ ആരുടെ എന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന പോലെ ബേസിൽ ജോസഫിനോട് മിന്നൽ മുരളി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി കാണാമെന്നും പറഞ്ഞു പടം. തൊട്ടടുത്ത ദിവസം രാവിലെയാണ് രജനി സാറിനെ കാണാൻ പോകുന്നത്. അത് ഈ പറയുന്ന പോലെ നമ്മൾ സുരാജേട്ടൻ്റെ ക്യാരവാനിൽ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. രജനി സാർ റെഡി ആകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി റെഡിയായിട്ട് നമ്മളിങ്ങനെ പതുക്കെ ഡോറ് തുറന്ന് കയറുമ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യർ. പുള്ളി നമ്മളെക്കാളും സന്തോഷമാണ് പുള്ളിക്ക് നമ്മളെ കാണാൻ. പുള്ളി വണക്കം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ അതിനകത്ത് കയറിയപ്പോൾ തന്നെ വേറെ തന്നെ ലോകമാണ്. അപ്പോൾ ട്രailer സുരാജേട്ടൻ്റെ ഐപാഡിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഐപാഡ് വെച്ചിട്ട് സാർ ട്രailer ഒന്ന് കാണാമെന്ന് പറയുമ്പോൾ പുള്ളി വാങ്ങിച്ചു. നോക്കി നമ്മളിപ്പോൾ പുള്ളി ചിരിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഒരു പോയിന്റിലെത്തിയപ്പോൾ പുള്ളി ചിരിച്ചു. ഈ ഇലുമിനാറ്റി ആളാന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പുള്ളി ചിരിച്ചിട്ട് പുള്ളി ഇങ്ങനെ പിന്നുള്ളത് അത് പറയണോ? അത് പറഞ്ഞു കുഴപ്പമില്ല. പുള്ളി മേ ബി ഒരു എന്താ പറയാ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്ന രീതി പറഞ്ഞാൽ പുള്ളി ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത് ഹിറ്റിപ്പാ അങ്ങനെ പറഞ്ഞു. ഓക്കെ രജനീകാന്ത് സെയിങ് ദിസ്. ഒരു പുള്ളി ഒരു ഹംബിൾനെസ് കൊണ്ട് പറഞ്ഞതാകാം. പക്ഷെ പുള്ളിയുടെ വായിന്ന് അങ്ങനെ ഒരു സാധനം കേൾക്കുമ്പോൾ എന്നിട്ട് പുള്ളി ഹിറ്റിപ്പാന്ന് രജനീകാന്ത്. അപ്പോൾ പുള്ളി എന്നിട്ട് പുള്ളി ഇങ്ങനെ ചോദിച്ചു നിങ്ങള് മുതൽ ഫിലിമാ? അപ്പോൾ അല്ല ഈ പറയുന്ന പോലെ ഇതുക്ക് മുന്നാടി എന്നെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഫിലിമാണ്. ഓക്കെ അപ്പോൾ ഇതുക്ക് മുന്നാടി ആർക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ ബേസിൽ ജോസഫിന്റെ കേസൊക്കെ പറഞ്ഞു. ഓക്കെ ഗോഡ് ബ്ലസ് യു മൈ ചൈൽഡ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കൂടെ നിന്നവർ എല്ലാവരും കൂടെ ഒക്കെ കയറി ഫോട്ടോ എടുക്കുന്ന പരിപാടികളായിരുന്നു. സന്ദീപിനൊന്നും വരാനും പറ്റിയില്ല. ഇല്ല, സന്ദീപിന് പക്ഷേ ഗുണം ഉണ്ടായത് നമ്മളവിടെ നിന്ന് വീഡിയോ കോൾ, അവന്റെ ഫീഡിലുള്ളത് രജനി സാർ വീഡിയോ കോൾ ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് അവനാണ് കിട്ടിയത്. അവനാണ് ബോണസ് അടിച്ചത്. അല്ല ആരോ സ്റ്റോറി ഇട്ടാ ഞാൻ കണ്ടത് സന്ദീപ് വീഡിയോ കോൾ. അതുപോലെ ഈ മനു ഇപ്പൊ എത്തിയത് ബേസിലിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണല്ലോ. കുഞ്ഞിരാമായണം തൊട്ട് കുഞ്ഞിരാമായണത്തിലും ചെയ്തു, മിന്നൽ മുരളിയിൽ അസോസിയേറ്റ് ചെയ്തു. എങ്ങനെയാണ് ബേസിലായിട്ട് എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ലൈക്ക് അത് ആക്ച്വലി ഞാൻ 2018 വയസ്സിലൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഷോർട്ട് ഫിലിമിന്റെ ട്രെൻഡ് ലൈക്ക് അത് ഒരു വാഗ്മയ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിൽ നമ്മൾ കൊടുത്തു. അപ്പോൾ അന്ന് ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ പോകുന്ന സാധനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഫുള്ള് മറ്റേ ഈ സോഷ്യൽ റിലവൻറ്റ് തീം കാര്യങ്ങൾ, സോഷ്യൽ മെസ്സേജിങ് ഉള്ള സാധനങ്ങളാണ്. നമ്മൾ ഈ ഫെസ്റ്റിൽ കൊടുക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ, അത് എൻ്റെ ഒരു സീനിയർ പുള്ളിക്കാരനെ കൂടെ നിർബന്ധിച്ച ആ കോളേജിലുള്ള കോളേജിൻ്റെ AJ കോളേജ്. അപ്പോൾ പുള്ളി ഇങ്ങനെ നിർബന്ധിച്ചാൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ വലിയൊരു സ്ക്രീനിൽ കുറച്ച് ആൾക്കാരുടെ കൂടെ ഇരുന്ന് പടം കാണാം. ഈ ഇൻറ്റൻഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കിയെല്ലാം ഈ സോഷ്യലി റിലവൻറ്റ് തീമും. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഈ നമ്മുടെ പ്രിവ്യൂ കഴിഞ്ഞിട്ട് ക്രൂവിനെല്ലാം സ്റ്റേജിലോട്ട് വിളിച്ചു. അന്ന് ഇതിൻ്റെ ജഡ്ജായിട്ടുണ്ടായിരുന്ന ബേസിലേട്ടനായിരുന്നു. അപ്പോൾ പുള്ളി കണ്ടിട്ട് പുള്ളിയുടെ ഫസ്റ്റ് കമൻറ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഈ ഫെസ്റ്റിന് വന്നിട്ട് ഒരു ഷോർട്ട് ഫിലിം കാണുന്നത്, ചെറിയ സിനിമയുടെ ചട്ടക്കൂട് ചുരുക്കിയത്. അപ്പോൾ പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് മറ്റേ റിസൾട്ട് വരുന്ന സമയത്ത്, അത് പിന്നെ ഞാൻ അറിയുന്നത്, മറ്റേ എല്ലാം ഈ സോഷ്യലി റിലവൻറ്റ് തീമുള്ള സിനിമകൾക്ക് പോയപ്പോൾ ബേസിലേട്ടൻ പറഞ്ഞ് അങ്ങനല്ല, അവർക്ക് ഒരു പ്രൈസ് കൊടുക്കണം. അങ്ങനെ പുള്ളിയുടെ നിർബന്ധം കാരണം ബെസ്റ്റ് അപ്കമിങ് ടാലന്റ് എന്ന് പറഞ്ഞ് ഒരു കാറ്റഗറി ഉണ്ടാക്കിയിട്ട് പുള്ളി അതിന് പ്രൈസും തന്നു, മറ്റേ ഈ ക്രിട്ടിക്സ് അവാർഡ് പോലെ.
എന്നിട്ട് ഞാൻ ഇത് വാങ്ങാൻ ചെന്നപ്പോൾ അവിടുത്തെ ഓർഗനൈസേഴ്സ് എൻ്റെ അടുത്ത് പറയണം ഇങ്ങനെ ഒരാൾ നിന്നെ അന്വേഷിച്ചു, ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് ബേസിലേട്ടൻ നമ്പർ തന്നു. ബേസിലേട്ടനെ വിളിച്ചപ്പോൾ ബേസിലേട്ടൻ പറയണം ഞാൻ ഇങ്ങനെ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്യാൻ പോകണം, അസിസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ സെറ്റ്. പിന്നെ അവിടെ നിന്ന് കോളേജ് ബ്രേക്ക് ചെയ്തിട്ട് നേരെ പടത്തിന് ബ്രേക്ക് ചെയ്ത് അത് പിന്നെ ഉറപ്പല്ലേ. പിന്നെ ബേസിൽ ജോസഫ് ആസ് ഇൻ വിനീതേട്ടൻ്റെ അസിസ്റ്റന്റ്. അന്ന് പുള്ളി തുടങ്ങുന്നേ ഉള്ളൂ, പക്ഷെ വിനീതേട്ടൻ സ്കൂൾ ആ തോട്ടിലും. പിന്നെ തിര എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഫിലിമാണ്. അപ്പൊ തിരയിൽ പുള്ളി ഓൾറെഡി പ്രേമതകാരതരയാണോ ഉള്ള പുള്ളിയുടെ ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ജേണി നമുക്ക് അറിയാം. അതായത് അവിടെ നിന്ന് തിരയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ഇങ്ങനെ ജഡ്ജായി, അപ്പൊ അതറിയാം നമുക്കത്. അപ്പൊ അങ്ങനെ ഒരാൾ വിളിക്കുമ്പോൾ ഓക്കെ. പിന്നെ കോളേജൊക്കെ പറഞ്ഞ് വീട്ടിലൊക്കെ ഒന്ന് പറഞ്ഞ് സമ്മാനിപ്പിച്ചിട്ട് നൈസായിട്ട് ഇറങ്ങി. ഒരു 21 പേപ്പർ ബാക്ക് പേപ്പർ വന്നു, പക്ഷെ അത് പിന്നെ കുഞ്ഞിരാമായണം കഴിഞ്ഞ് തിരിച്ച് വന്ന് കംപ്ലീറ്റ് എഴുതിയെടുത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ മിന്നൽ മുരളിയിട്ട് അതായത് ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കോളേജിൽ ചെന്നു. ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗോത നടക്കുന്നത്. അപ്പൊ ഗോതയ്ക്ക് ഞാൻ ഇങ്ങനെ ബേസിലേട്ടനെ വിളിച്ച് വരട്ടാന്ന് ചോദിച്ചാൽ ബേസിലേട്ടൻ പറഞ്ഞു നീ മറ്റേ ഇനി പഠിത്തം കഴിഞ്ഞിട്ട് വന്നാൽ. അത് വിനീതേട്ടനും പുള്ളി എന്തോ തെറി വിളിച്ചു, നീ കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെയാണോ സിനിമ ചോദിക്കണമെന്ന് പറഞ്ഞ് പുള്ളി അഡ്വൈസ് ചെയ്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു 2017 ഞാൻ പാസ് ഔട്ട് ആവുന്നു. എന്നിട്ട് ഒരു കൊല്ലം 1.5 കൊല്ലം വീട്ടുകാരെ പറ്റിച്ച് ബാങ്ക് കോച്ചിങ് എന്ന് പറഞ്ഞ് നിന്നിട്ട് കഥ എഴുത്താണ്, ഫുൾ എഴുത്താണ്. അപ്പൊ അങ്ങനെ എന്ന സമയത്ത് 2019 ബേസിലായിട്ട് വിളിക്കുന്ന ഇങ്ങനെ അടുത്ത പടം ഉണ്ട് വരാന്ന് പറയുന്നു. അങ്ങനെയാ മിന്നൽ മുരളിയിൽ കയറുന്നത്. ഒരു DC ഫാൻ ആയതുകൊണ്ട് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലേ മിന്നൽ മുരളി? ചെയ്തിട്ടുണ്ട്. അത് സൂപ്പർ ഹീറോ. അതെ, അത് എനിക്ക് തോന്നുന്നു ആ മൂവിയില് ഏറ്റവും യുണീക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള എനിക്കായിരിക്കാം. എന്തുകൊണ്ടെന്നാ ഈ ഞാൻ മിന്നൽ മുരളിയിലോട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ ബേസിലേട്ടൻ തരുമ്പോൾ പോലും എനിക്ക് അറിയത്തില്ല അതൊരു സൂപ്പർ ഹീറോ മൂവിയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു മൊത്തം ഇതില് എനിക്ക് മാത്രം, അതായത് പടം കാണുന്നവർക്കും അറിയാം സൂപ്പർ ഹീറോ മൂവിയാണ് കാണാൻ പോകുന്നുള്ള പ്രീ തോട്ടോടായിരിക്കും കയറുന്നത്. എനിക്കതില്ലായിരുന്നു. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്ന എനിക്ക് വെരി യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ പോയിട്ട് മിന്നലടിക്കുന്നു, 15ാമത്തെ വീട്ട് കോസ്റ്റ്യൂം, അങ്ങനെ ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കണം. വായിച്ചു കഴിഞ്ഞ് ഇങ്ങനെ അടക്കിയിട്ട് സൂപ്പർ ഹീറോ മൂവി ആണല്ലേ എന്ന് അറിഞ്ഞ സമയത്തൊക്കെ വൻ ഹൈ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം അത് ബേസിലേട്ടനാണ് പറയേണ്ടത്, ഞാനല്ല പറയുന്നത്. പുള്ളി ഈ പറയുന്ന പോലെ ആ സൂപ്പർ ഹീറോ റെഫറൻസ് എന്ത് വന്നാലും അല്ലെങ്കിൽ അങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യുന്നതും ആ കാര്യങ്ങളൊക്കെ, ഇപ്പം സ്പീഡ് റൺ എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ റിസർച്ച് ചെയ്തെടുത്താണ്. അത് ബ്ലാക്ക് പാന്തറിന്റെ ഓട്ടം അതെങ്ങനെ, അങ്ങനെ സൂപ്പർമാന്റെ ഓട്ടം, ആ റിസർച്ചൊക്കെ നമ്മൾ ആർട്ടും പ്രാക്ടിക്കൽ എഫക്ട്സും നമ്മളാ ചെയ്യുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് ആ റെഫറൻസ് അതെങ്ങനെ ചെയ്തതെന്ന് നോക്കുക. അപ്പൊ അത് ഭയങ്കര അടിപൊളി പ്രോസസ് ആയിരുന്നു. അപ്പോൾ അത് ഗുണം ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിൽ തന്നെ ഈ ബാറ്റ്മാന്റെ റെഫറൻസ് ഒക്കെ പറയുന്നത് തന്നെ നമ്മൾ മറ്റേ ബാറ്റ് കൊണ്ട് അടികൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നത് ഓക്കെ പരിപാടിയുണ്ട് പണ്ടത്തെ. അതെ പറഞ്ഞിട്ടിരുന്നത്. അതെ. അരുണിലോട്ട് വരുമ്പോൾ ബ്രഹ്മയുഗത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ലൈക് മമ്മൂക്കയുടെ കൂടെ ഉള്ള മാരകം, പല സ്റ്റിൽസ് എല്ലാ ദിവസവും ഓരോ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നു. അതെ. നമ്മള് നല്ലൊരു പ്രീ പ്ലാനിങ് ഉണ്ടായിരുന്നു ബ്രോ. അതിന്റെ ബേസിലാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തത്. അപ്പൊ മമ്മൂക്കയായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റി. ഭയങ്കര രസമുള്ള കുറച്ച് കണ്ടന്റ് കിട്ടി. അത് പിന്നീട് എങ്ങനെ ഇറക്കി വിടണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങും, പ്രത്യേകിച്ച് പ്രൊഡക്ഷന് നല്ലൊരു ഐഡിയ ഉണ്ടായി പ്രൊഡ്യൂസേഴ്സിന്. അവരത് കറക്റ്റ് പ്ലേസ് ചെയ്യുകയും മാർക്കറ്റിലേക്ക് നന്നായിട്ട് എത്തിക്കുകയൊക്കെയാണ് ചെയ്തത്. വെരി എക്സൈറ്റിങ്. അതൊരു പ്രോപ്പർ ഇന്റർനാഷണൽ ഫിലിം ആയിട്ട് വരികയും ചെയ്തു അത് ബ്രഹ്മയുഗം എന്നൊരു പടം. സോ അതിന്റെ പോസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും നമുക്കൊരു ഭാഗ്യം തന്നെ. ഓരോ ദിവസം ഓരോ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുമ്പോഴും എല്ലാം മിനിമൽ ആയിട്ട് ഫീൽ ചെയ്യെങ്കിലും പക്ഷെ എന്തോ അതിലുള്ള ഒരു അതാണ് ബ്രോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും ഒന്നും കാണിക്കാതെ കഥ പറയാൻ മമ്മൂക്കേനെ തന്നെ മാത്രം വെച്ചിട്ടാണ് നിങ്ങൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതെ. കഥ യൂഷ്വലി മമ്മൂക്കയെ റിവോൾവ് ചെയ്തിട്ടാണ് കഥ നടക്കുന്നത്. ശരിക്കും നമുക്ക് മമ്മൂക്കയെ മാത്രം കാണിച്ചാൽ മതി ആളെ തിയേറ്ററിൽ കയറ്റാൻ. പക്ഷെ അത് വർക്കായി എന്നുള്ളതാണ്. മിനിമലിസം എപ്പോഴും ആൾക്കാർ സംസാരിക്കപ്പെടും. അത് ഭാവിയിലേക്കും ആൾക്കാർ ഓർക്കുന്നത് മിനിമൽ സ്റ്റൈലുകളായിരിക്കും. അപ്പൊ മിനിമലിസം ആണ് ഏറ്റവും നല്ലത്. ഈ അതർ ലാംഗ്വേജിലോട്ടുള്ള ഒരു എൻട്രി, ലൈക്ക് ഇതൊക്കെ ഇവര് പോസ്റ്റേഴ്സ് കണ്ടിട്ട് വിളിക്കുന്ന, നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന സാധനങ്ങളും അല്ലെങ്കിൽ വേറൊരാൾ കൊള്ളാം, ഇവര് നല്ല പിള്ളേരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരുന്ന വർക്കാണ് അതർ ലാംഗ്വേജസിൽ നിന്നും കിട്ടുന്നത്. ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവര് സംസാരിക്കും, ഇവന്മാര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതെ. ഈ സൂര്യയുടെ ഒരു സിനിമ, സൂര്യ സാറിന്റെ മന്ദാടി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് തെലുങ്കില് പവൻ കല്യാൺ സാറിന്റെ ഒരു പടം ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് മലയാളത്തില് വേറെ ഇപ്പൊ ഇനി വരുന്നത് മഹേഷേട്ടന്റെ MMN. മമ്മൂട്ടി മോഹൻലാൽ. അതെ, മമ്മൂട്ടി ലാലേട്ടനുള്ള ഒരു അടിപൊളി ബാങ്ങർ പടമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പോസ്റ്റർ വരുന്നുണ്ട്. അതിന്റെ പോസ്റ്റർ കുറച്ചു നാൾ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് ഇറക്കിയാൽ മതി. സ്റ്റിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉണ്ട്? സ്റ്റിൽസ് ഉണ്ട്. കണ്ടിട്ട് എന്താണ്? ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. അപ്പോഴേ ഞാൻ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. നമ്മള് മഹേഷ് ഇല്ല, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ സാധനമാണ്. മഹേഷേട്ടന്റെ പ്രീവിയസ് ഫിലിംസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പൊളി തന്നെയാണ്. മമ്മൂക്ക ലാലേട്ടനെ ഒന്നിച്ചൊരു ഫ്രെയിമിൽ കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലേ.
അതാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. നൈസായിട്ട് ബ്ലോക്ക് ചെയ്തില്ല. കൂടുതൽ പറഞ്ഞ പ്രശ്നമാണോ? സോറി. ഓക്കെ, അപ്പോൾ മനുവിന്റെ അടുത്ത പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങനെ തലയിലൊന്നും ഇല്ല. ഇപ്പം ഇതിന്റെ ഒരു അടുത്തൊരു ഇപ്പം കോമഡി ഒരു സാധനം ചെയ്തുകൊണ്ട് അടുത്തത് ഒരുപാട് ചിരിക്കുന്ന പടമാണ് ഇപ്പൊ ചെയ്തത്. അപ്പൊ അടുത്തത് ഒരു ചിരിയും ഇല്ലാത്തൊരു പടം ചെയ്യണമെന്നുണ്ട്. അതായത് അങ്ങനെ തന്നെ പിടിക്കുന്നുള്ളൂ. കാര്യം ഇപ്പം ഓക്കെ കോമഡി ചെയ്യാം, കോമഡി അപ്പൊ ഇനി ഇപ്പം ഡൗൺ ദ ലൈൻ എപ്പോൾ വേണമെങ്കിലും ചെയ്യാന്നുള്ളത് തോന്നുന്നുണ്ട്. അപ്പൊ ഐഡിയലി അടുത്തൊരു കോമഡി പടം അല്ലാതെ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം. അത് ഒന്നും ചിന്തയിലില്ല, ബാക്കി നോക്കണം. ഓക്കെ, എന്തായാലും ഇപ്പോൾ പടക്കളം ഒരുപാട് പ്രേക്ഷകർ ഇപ്പം നല്ല വേർഡ് ഓഫ് മൗത്ത് കാരണം ഒരുപാട് പ്രേക്ഷകർ തിയേറ്ററിൽ കയറുന്നുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ കയറട്ടെ, ഒരു മികച്ച വിജയം ചിത്രത്തിന് ലഭിക്കട്ടെ. ഓക്കെ, ഇനി റിപ്പോർട്ടിൽ വന്ന് ചേർന്നതിന് താങ്ക് യു. താങ്ക് യു. നന്ദി.